കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി തമ്പുരാൻ്റെ സ്നേഹവും കരുണയൊക്കെ നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണിത്. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? അസ്വസ്ഥതകൾക്കും ആകുലതകൾക്കും മീതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഈ അൾത്താരയിലുണ്ട്. നിന്റെ കണ്ണു നിറയുന്ന വിഷയങ്ങൾ, നിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, നിന്റെ കുടുംബം, കുടുംബ ബന്ധങ്ങൾ, നിന്റെ ഭാവി ജീവിതം, നിന്റെ സ്വപ്നങ്ങൾ, ഇതൊക്കെ താറുമാറാക്കിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പുതുക്കി പണിയാൻ കഴിയുന്ന കർത്താവാണ് ഈ അൾത്താരയിലുള്ളത്. എന്തും പുതുക്കി പണിത് കഴിയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. ഇതാ നിൻ്റെ ജീവിതം നീ കർത്താവിന് കൊടുക്കുക, കുടുംബത്തെ കർത്താവിന് കൊടുക്കുക, നിൻ്റെ മക്കളെ, നിൻ്റെ സ്വപ്നങ്ങളെ, നിൻ്റെ ഭാവി ജീവിതത്തിൻ്റെ ആശങ്കകളെല്ലാം കർത്താവിന് കൊടുക്കുക. എന്നിട്ട് പുതുക്കി പണിയാൻ പറ. തമ്പുരാനെ, എൻ്റെ ജീവിതത്തെ നീ പുതുക്കി പണിയണമെന്ന് പ്രാർത്ഥിക്കും. എൻ്റെ സ്വപ്നങ്ങളെ നീ പുതുക്കി പണിയണമേ. എല്ലാം പുതുക്കി പണിയാൻ കഴിവുള്ള കർത്താവ് ഈ അൾത്താരയിലുണ്ട്. പാപം മൂലം തകർന്നുപോയ ഒരു ഇന്നലെ നിൻ്റെ ജീവിതത്തിലുണ്ടാകാം. ദൈവസ്നേഹത്തെ തിരസ്കരിച്ചതുകൊണ്ടും കർത്താവിൻ്റെ കാരുണ്യത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നതുകൊണ്ടും നീ അനുഭവിക്കുന്ന ഭയവും ആകുലതകളും അസ്വസ്ഥതകളും കുറ്റബോധമൊക്കെ നിന്റെ മനസ്സിലുണ്ടാകാം. ഇതെല്ലാം പുതുക്കി പണിയാൻ, ഒരു പുതിയ ജീവിതം സമ്മാനിക്കാൻ നിന്റെ കർത്താവിന് പറ്റും. നിന്റെ ജീവിതത്തെ പൂർണ്ണമായും പുതുക്കി പണിയാൻ കഴിവുള്ളവൻ ഈ അൾത്താരയിലുണ്ട്. അതുകൊണ്ട് കർത്താവ് ചോദിക്കും, നീ എന്തിനാ ആകുലപ്പെടുന്നു? നീ എന്തിനാ അസ്വസ്ഥനാകുന്നു? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നില്ലേ, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. അല്ല, നമ്മുടെ തലയിലെ ഓരോ തലമുടിയും കർത്താവ് എണ്ണിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നേ? അത്രമാത്രം കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്നല്ലേ, അത്രമാത്രം നമ്മെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നല്ലേ, അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നൊരു ദൈവം ഉണ്ടെന്നുള്ളതല്ലേ. അതായത് തലയിൽ നിന്ന് ഒരു തലമുടി താഴെ പോകുമ്പോൾ ദൈവം അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ നിസ്സാര കാര്യങ്ങളെ പ്രതി തമ്പുരാൻ ഒരു ആലോചനയുണ്ടെന്നും ഉദ്ദേശമുണ്ടെന്നും വിചാരമുണ്ടെന്നും അല്ലേ വചനം പറയുന്നത്. പിന്നെന്തിന് ഇത്ര ആകുലപ്പെടുന്നത്? അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ തലയുടെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട. ഈശോയോട് പറഞ്ഞു, ഈശോയെ, എന്നെ ഭരിക്കുന്ന പല ആകുലതകളുണ്ട്. എത്രയൊക്കെ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടും, എത്രയൊക്കെ കർത്താവ് നിന്നെ വിളിക്കാനും ഈശോ നിന്നോട് ചേർന്നിരിക്കാൻ ശ്രമിച്ചിട്ടും പരിശ്രമം നടത്തിയിട്ടും ഒക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ കിടക്കുന്ന ഭയപ്പാടുകളുണ്ട്, ആശങ്കകളുണ്ട്, ആകുലതകളുണ്ട്, സ്വസ്ഥതക്കേടുണ്ട്, സമാധാനമില്ലാത്ത അവസ്ഥകളുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം കർത്താവെ, നിന്റെ കരം നീട്ടി എന്നെ ഇപ്പോൾ ഈ നിമിഷം പുതുക്കി പണിയാൻ പറ. കർത്താവെ, നിന്റെ സ്നേഹത്തിൽ എന്നെ പുതുക്കാൻ പറ. കർത്താവെ, നിന്റെ കാരുണ്യത്തിൽ എന്നെ പുതുക്കാൻ പറ. കർത്താവേ, നിന്റെ കരുതുന്ന സ്നേഹത്തിൽ എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ, എൻ്റെ വൈകാരികതകളെല്ലാം വിശുദ്ധീകരിച്ച് പുതുക്കി തരാൻ പറ. ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് വചനം നമ്മളോട് കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമുണ്ട്. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ ലോകം അനുവദിക്കുന്നതെല്ലാം നിന്റെ ശരീരത്തെയും നിന്റെ ഭൗതിക ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മാത്രമേ തകർക്കാൻ പറ്റൂ. നിന്റെ ആത്മാവിനെ തൊടാൻ പറ്റില്ല. ആത്മാവിനെ തൊടണമെങ്കിൽ നീ അനുവദിക്കണം. കാരണം ദൈവം സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവൻ്റെ കാൽവരി യാഗത്തിലൂടെ, അവൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ നമ്മുടെ ആത്മാവിൻ്റെ മേൽ മുദ്രയിട്ടുറപ്പിച്ചതാണ്. ഒരു പിശാചിനെ തൊടാൻ പറ്റില്ല, ഒരു ശത്രുവിനെ തൊടാൻ പറ്റില്ല. കർത്താവ്, ഈ ദൈവിക സംരക്ഷണത്തിലാണ് ഞാൻ എന്ന ബോധ്യം ആത്മാവിൽ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. പാപം മൂലം നഷ്ടപ്പെട്ടു പോയ ദൈവിക സംരക്ഷണം വിശുദ്ധ ജീവിതത്തിലൂടെ തിരിച്ചു പിടിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം.
അഹങ്കാരം മൂലം നഷ്ടപ്പെട്ടു പോയ ദൈവിക സംരക്ഷണം എളിമയോടെ ദൈവ വചനം അനുസരിച്ച് സ്വീകരിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ദൈവനിഷേധം മൂലം, അവിശ്വാസം മൂലം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവാനുഗ്രഹങ്ങൾ വിശ്വാസത്തിൻ്റെ കരുത്തെടുത്ത് തിരിച്ചു പിടിക്കാനുള്ള ഒരഭിഷേകം തരണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക. കരങ്ങളായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങളിപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാന്റെ സാന്നിധ്യത്തിലും കർത്താവിനെ നിന്റെ കൺമുമ്പിൽ കാണാൻ പറ്റുന്ന അകലത്തിലും നിനക്ക് സ്പർശിക്കാൻ പറ്റുന്ന അകലത്തിലായിരിക്കുന്ന ഈ സമയത്തും നിന്നെ അലട്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? നിന്റെ സ്വസ്ഥതയും നിന്റെ സമാധാനമൊക്കെ തല്ലിക്കെടുത്തുന്ന വിഷയം എന്താണ്? ആ വിഷയങ്ങളെ കർത്താവിന് കൊടുത്തേ ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ, മനസ്സ് തുറന്നൊന്ന് കരയാൻ പറ്റിയാൽ, ഹൃദയത്തിൻ്റെ വിങ്ങലുകളും തേങ്ങലുകളും ഒന്നിറക്കി വെച്ച് ദൈവമേ എന്നൊന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ പറ്റിയാൽ എന്തോരം ആശ്വാസം നമുക്ക് കിട്ടും, എന്തോരം സമാധാനം നമുക്ക് കിട്ടും. മനമുരുകിയവരെ കർത്താവ് കടാക്ഷിക്കുന്നു എന്നാ പറഞ്ഞേ. ഈശോയെ, ഇതാ നീറുന്ന മനസ്സുമായിട്ട് ഉരുകി വേദനിച്ച് നിൽക്കുന്ന ഹൃദയവുമായിട്ടൊക്കെ നിന്റെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. വലിയ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുന്നവര്, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എത്തി നിൽക്കുന്ന ജീവിതങ്ങൾ, ആത്മഹത്യയല്ലാതെ മറ്റൊരു പരിഹാരമില്ല എന്ന് പോലും ഒരുപക്ഷെ മനസ്സിവരോട് മന്ത്രിക്കുന്നുണ്ടാകാം. ഇത് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്നും പ്രത്യാശിക്കാൻ ഒന്നുമില്ല എന്നും ജീവിതത്തിന്റെ സാഹചര്യങ്ങളും അവസ്ഥകളും ഒരുപക്ഷെ ഇവരോട് മന്ത്രിക്കുന്നുണ്ടാകാം. വർഷങ്ങളായി അടഞ്ഞുപോയ, തടസ്സപ്പെട്ട് കിടക്കുന്ന ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെ നോക്കി വല്ലാതെ വിലപിക്കുന്നവരാകാം ഇവര്. കർത്താവ്, ഈ വിഷയങ്ങളൊക്കെ നടുവിൽ ഇതാ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിന്റെ കരുണ ഇപ്പോൾ ഈ നിമിഷം ഈ മക്കളിലേക്ക് വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് അതരം തുറന്ന് സ്വരമുയർത്തി ജീവിക്കുന്ന കർത്താവിനെ, ജീവൻ തരുന്ന കർത്താവിനെ, എല്ലാം പുതുക്കി പണിയാൻ കഴിയുന്ന കർത്താവിനെ ആരാധിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ബന്ധങ്ങളെ എല്ലാം നീ പുതുക്കി പണിയണമേ. ഞങ്ങളുടെ ഭാവി ജീവിതത്തെ നീ പുതുക്കി പണിയണമേ. ഞങ്ങളുടെ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ എല്ലാം കർത്താവേ നീ പുതുക്കി പണിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കർത്താവിനെ ഹൃദയം കൊണ്ട് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, ഈശോയെ, യേശുനാഥ അങ്ങേക്ക് ആരാധന. ആമേൻ. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്ക് ആരാധന. ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ. ഒട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷമാണ്. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കാം.
ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങൾ, കുടുംബത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ, രോഗികളായി കഴിയുന്നവർ എല്ലാവരെയും ചേർത്ത് നിർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന ഹല്ലേലൂയ 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 ഈശ്വരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.